വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും വന്ദനം. നമുക്കിന്ന് അല്പനേരം കർത്താവിന്റെ വിടുതലുകളെ കുറിച്ച് നോക്കാം. വലിയ ഒരു വേദനകളാൽ നാളേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന വ്യക്തിയാണ് താങ്കൾ. ഇന്നലകളുടെ ഭാരത്താൽ സങ്കടവും ദുഃഖവും അനുഭവിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? കുറ്റബോധത്തിന് നിഴലിൽ കർത്താവിന്റെ വിടുതൽ കാണുവാൻ കഴിയാതിരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ഇന്നലകളുടെ ഓർമ്മകൾ നമ്മളെ മുറിവേൽപ്പിക്കുമ്പോൾ കർത്താവ് മോൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 34:18 ഇങ്ങനെ പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ നുറുങ്ങിയ അവസ്ഥ, നമ്മുടെ തകർന്ന അവസ്ഥ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ ബന്ധുമിത്രാദികൾക്കോ അറിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ നുറുങ്ങിയ അവസ്ഥ ഈ ലോകത്തിന് ഒരു ആഘോഷമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ തകർന്ന അവസ്ഥ ഈ ലോകത്തിന് നിന്ദിക്കുവാൻ ഒരു കാരണമായിരിക്കും നമ്മളെ. പക്ഷെ കർത്താവ് എന്തുവാണ് പറയുന്നത്? കർത്താവ് പറയുന്നത്, നമ്മളുടെ നുറുങ്ങിയ അവസ്ഥയിൽ അവൻ നമുക്ക് അടുത്തുണ്ട്. നമ്മുടെ തകർന്ന അവസ്ഥയിൽ അവൻ നമ്മളെ ഇട്ടേച്ചു പോകുന്നതിനല്ല, നമ്മളെ രക്ഷിക്കും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ തകർന്ന അവസ്ഥയിൽ ഒരിക്കലും ദൈവം കണ്ടിന്യൂ ചെയ്യുവാൻ അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ രക്ഷിക്കുന്നവനാണ്. നമുക്ക് സ്വന്തം ആശ്രയങ്ങളിൽ സ്വന്തം കഴിവുകളെ സംശയിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? എന്റെ ഇന്നലകളിലെ തെറ്റുകൾ എന്നെ ഇന്നും വേട്ടയാടുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണോ താങ്കൾ? വചനം നമ്മളെ ഇങ്ങനെ ഓർപ്പിക്കുന്നു. റോമർ 8:1 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് ഇപ്പോൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുവേശുവിലാണോ താങ്കൾ വസിക്കുന്നത്? എങ്കിൽ താങ്കൾക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മൾ ചെയ്ത തെറ്റ് അനുദപിച്ച് കർത്താവിനോടും ലോകത്തോടും മാപ്പും പറഞ്ഞ് നമ്മൾ മാനസാന്തരത്തിലുള്ള വഴിയിലാണ് എന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഒരു കുറ്റാവിധിയും നമുക്കെതിരെ ഈ ലോകത്തിന് പറയുവാനില്ല. കാരണം താങ്കൾ നിൽക്കുന്നത് ക്രിസ്തുയേശുവിലാണ്, ഈ ലോകത്തിലല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ധൈര്യം വീണ്ടെടുക്കുക. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ഒറ്റ കാര്യം, നമ്മൾ ക്രിസ്തുയേശുവിൽ വസിക്കണം. ഈ ലോകത്തിലെ വേദനകൾ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ചില വ്യക്തികൾ തങ്ങളോട് ചെയ്ത തെറ്റു കാരണം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ ദേഷ്യം അല്ലെങ്കിൽ ഈർഷ്യമുള്ള വ്യക്തിയാണോ താങ്കൾ? എനിക്ക് എനിക്ക് എൻ്റെ നീതി മറിച്ചു കളഞ്ഞു, എൻ്റെ ന്യായത്തെ മറിച്ചു കളഞ്ഞു, ആ ഒരൊറ്റ കാരണത്തിൽ താങ്കൾ വളരെ ദേഷ്യത്തിലാണോ? കർത്താവ് താങ്കളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമർ 12:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കുകയും, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു.